വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നുണ്ട്. റോഡ് ഉപരോധത്തിലേക്ക് അടക്കം രാഷ്ട്രീയ പാർട്ടികൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വഴിക്കടവിലാണ് ഈ സംഭവം ഉണ്ടായത്. അതിനുശേഷം ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ സംഭവ സ്ഥലത്തേക്ക് എത്തുന്ന സ്ഥാനാർത്ഥികളും നേതാക്കളും ഒക്കെ തന്നെ ആരോപിക്കുന്നത്. റോഡ് ഉപരോധം ഇപ്പോൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മുദ്രാവാക്യം വിളിക്കുന്നു, പ്രതിഷേധം ഉയരുകയാണ്. ഒരു ജീവൻ അപഹരിക്കപ്പെട്ടത് അങ്ങേയറ്റത്തെ ദാരുണമായ സംഭവമാണ്, ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഈ ദിവസം ഈ രാത്രിയിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ഏത് രാഷ്ട്രീയ പാർട്ടികളാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തേക്ക് വരുന്നത്? ഇപ്പോൾ ഗൂഡല്ലൂർ നിലമ്പൂർ റോഡ് ഈ രാത്രിയിൽ വളരെ തിരക്കുള്ള റോഡാണ്. ആ റോഡിൽ ഉപരോധ സമരം നടക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകരാണ് ഉപരോധ സമരം നടത്തുന്നത്. കഴിഞ്ഞ കുറേ സമയമായി ഇവിടെ ഇങ്ങനെ ഉപരോധം നടക്കുകയാണ്. വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട ഒരു അവസ്ഥയുണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെട്ടു, മറ്റേ ഒപ്പമുണ്ടായിരുന്ന ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിനെ വളരെ ഗൗരവമുള്ള വിഷയമായാണ് ഈ നാട്ടുകാർ കാണുന്നത്. കൂടുതൽ നാട്ടുകാരുടെ പിന്തുണ കൂടി ഈ സമരത്തിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. കുറെ അധികം ആളുകൾ ഈ സാഹചര്യത്തിലേക്ക് എത്തുന്നു. നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കിട്ടുകയിടാം. എന്താണ് നിങ്ങളുടെ ആവശ്യം? KSB ഉദ്യോഗസ്ഥർക്ക് നടപടി വേണമെന്നാണ്. അതായത് ഇവിടെ ഈ നാട്ടിൽ അല്ലെങ്കിൽ നിലമ്പൂരിലെ ജനത ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നമാണ് വന്യമൃഗശല്യം. ഈ വന്യമൃഗങ്ങളിൽ നിന്ന് വന്യമൃഗങ്ങൾ ജനങ്ങളെ ഉപദ്രവിക്കുന്നത് കൊണ്ടാണ് കർഷകർ ഇത്തരത്തിലുള്ള മാരകമായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിനുള്ള ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് KSCBയുടെ ഒത്താശയോടെ നടത്തുന്നതാണ്. അല്ലെങ്കിൽ KSCBക്ക് ഇത്തരത്തിലുള്ള അനീതിക്കെതിരെ KSCB കാണേണ്ടതല്ലേ? ഇതൊന്നും കണ്ടിട്ടില്ല. ഇവിടെ ഒരു 15 വയസ്സായിട്ടുള്ള ഏകദേശം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കൊലപ്പെടുത്തുന്നത് ഈ സർക്കാരാണ്. സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള വന്യജീവി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന നിലമ്പൂരിലെ ഈ മലയോര മേഖലയാണ്. ഇവിടെ കടുവ ആളുകളെ പിടിക്കുന്നു, ആന ചവിട്ടിക്കൊല്ലുന്നു, പന്നി കുത്തിമരിക്കുന്നു. ആളുകൾക്ക് പന്നികളെ പിടിക്കാൻ വേണ്ടി കറണ്ട് ഉപയോഗിച്ച് പന്നികളെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നു. ഇതെല്ലാം നടക്കുന്നത് ഈ സർക്കാരിന്റെ അനാസ്ഥയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്കറിയാം, ആന ചവിട്ടിക്കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അറിയാം. കൃത്യമായ ഫിൻസർവിംഗ് ഇല്ലാത്തത് കൊണ്ടും എല്ലാം കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് പറയുന്നത്.